ഹലോ ഗൈസ്, മാത്യൂസ് 360 ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വീക്കെൻഡ് ആയപ്പോൾ ഒരു മന്തി കഴിക്കണമെന്ന് ആഗ്രഹം. അപ്പോൾ നമ്മുടെ സ്റ്റോർ റൂം നോക്കിയപ്പോൾ നമുക്ക് വേണ്ട മന്തിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മളുടെ ഇതിനകത്തുണ്ട്. അതിനുവേണ്ടി നമ്മൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, പിന്നെ ഒരു വലിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നാരങ്ങ, 2 ഉണക്ക നാരങ്ങ, പിന്നെ ഒരു അരമുറി സവോള, പിന്നെ മാഗി ക്യൂബ്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ പൊടിയായിട്ട് നമ്മൾ മെയിനായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, പിന്നെ എരിവ് ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ശകലം നമുക്ക് മുളക് പൊടി ചേർക്കുന്നത്. പിന്നെ സൺഫ്ലവർ ഓയിൽ, ഇവിടെ കിട്ടുന്ന രീതിയിൽ ഏറ്റവും നല്ല ഓയിലാണ് സൺഫ്ലവർ ഓയിൽ. ആ ഓയിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഇത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ സബോള അരിഞ്ഞത്, അത് എല്ലാം ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. പിന്നെ 2 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്, അതും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. മാഗി ക്യൂബ് നമ്മുടെ നാട്ടിൽ നമ്മുടെ മാളിലൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ നമ്മൾ ഏത് ചെറിയ കടകളിലും എല്ലാം കിട്ടുന്ന സാധനമാണ് ഈ മാഗി ക്യൂബ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 2 മാഗി ക്യൂബ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു ചെറിയ നാരങ്ങ നീര്, അത് ചെറിയൊരു നാരങ്ങ ആവശ്യത്തിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നാരങ്ങ ഇടുന്നത്. അപ്പം ഒരു ചെറിയ നാരങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്, അത് നമ്മൾ പിഴിഞ്ഞതിനകത്ത് ഒഴിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക് എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അതിലേക്ക് ചിക്കനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ കുരുമുളക്. നമുക്ക് മെയിനായിട്ട് കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ മുന്നിൽ നിൽക്കണം, അതിനാണ് കുരുമുളക് ഇച്ചിരി കൂടുതലിട്ടുന്നത്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് ഓയിൽ വേണം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം, ഈ മസാലയും ഇതെല്ലാം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. കുറച്ച് ടൈം, ഒരു 1/4 മണിക്കൂർ ഇരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ മസാല ചിക്കനിലെല്ലാം പിടിച്ച് നല്ല ഇതായിട്ട് കിട്ടും. അപ്പോൾ ഇത് നല്ലോണക്കും നമുക്ക് ഇളക്കി യോജിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വേണ്ട മെയിൻ സാധനം മറന്നുപോയി, ഉപ്പ്. അപ്പോൾ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയാണ്. അത് ലാസ്റ്റ് ഇട്ടുകൊണ്ട് ഒന്നും തോന്നണ്ട, അത് ആദ്യം ഇടേണ്ട സാധനമാണ്, നമ്മൾ മറന്നുപോയതാണ്. ഓക്കെ, അതുകൊണ്ട് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ മസാലകളും എല്ലാം ഇട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് റൈസ് റെഡിയാക്കാനുള്ള പരിപാടികളിലേക്ക് പോകാം. നമുക്ക് റൈസ്, അപ്പോൾ ഇത് ഇരുന്ന് കുറച്ച് നേരം ഇന്നൊന്ന് സെറ്റ് ആവട്ടെ. ആ സമയത്ത് നമുക്ക് റൈസ് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ റൈസ് വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഓൾ സ്പൈസസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഗ്യാസ് വെച്ചിട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഒരു ചെറിയ അരമുറി നാരങ്ങ നീര് ഒഴിക്കുകയാണ്. അപ്പോൾ ഈ റൈസ് ഒന്നൊന്നായി വിട്ട് നിൽക്കാൻ വേണ്ടി. പിന്നെ അതിലേക്ക് ഒരു ശകലം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി. കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ചിക്കൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് റൈസിനും കൂടെ ശകലം ഉപ്പ് വേണം, അതിനാണ് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റൈസ് 80% വെന്തിട്ടുണ്ട്. ബാക്കി നമുക്ക് കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിച്ചിട്ട് നമുക്ക് ബാക്കി കുക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനിലേക്ക് നമ്മളിപ്പോൾ 80% കുക്ക് ചെയ്ത റൈസ് ഇട്ട് കൊടുക്കാം. ഒരുപാട് വേവിക്കല്, ഒരു എന്താ പറയുക 80% ആവുള്ളൂ. ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് കുഴവിടാന്നാകും. അതുകൊണ്ട് 80% പകുതി വേവ് മതി, അത് മതിയാണ്. ബാക്കി നമ്മൾ കുക്കറിലിട്ട് ഒരു വിസിലടിക്കുമ്പോൾ ബാക്കി വെന്തോളും.
അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം, അതിന് തന്നെ പച്ചമുളക് ഇങ്ങനെ കുത്തി കൊടുക്കാം. കാരണം വെച്ചാൽ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഇത്ര ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒറ്റ വിസിൽ, ലോ ഫ്ലെയിമിലിട്ട് ഒറ്റ വിസിൽ എടുത്ത് അടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒറ്റ വിസിലിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം ഒരു വിസിൽ അടിച്ചായിരുന്നു, പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി നമുക്ക് ആ എയർ പോകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഇതായിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല രീതിയിൽ റൈസൊക്കെ നല്ല ഇതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി നോക്കാം. മന്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇച്ചിരി ശകലം മല്ലിയില മേളിലേക്ക് ഒരു ചെറിയ രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അല്പസമയം മൂടി വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്ക് വേണ്ടി അയച്ചു കൊടുത്ത് ലൈക്ക് ചെയ്യണമെന്ന് അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.